2025 ജൂലൈ 4 സോണി ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുള്ള ദ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഉള്ള ആ കേസ് അന്വേഷണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. മുമ്പ് മലയാളത്തിൽ മേജർ രവി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം മുൻ കമാൻഡോ ഓഫീസറാണ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിലെ ഒരു കമാൻഡോ ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ രാജീവ് ഗാന്ധി അസാസിനേഷനിൽ പെട്ടിട്ടുള്ള ആളുകളെ, അതായത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീളം എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ ബേസ്ഡ് ഒരു സംഘടന, വേലുപ്പിള്ള പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന, അവർ നടത്തിയിട്ടുള്ള ഒരു സൂയിസൈഡൽ അറ്റാക്കാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഈ കേസിൽപ്പെട്ട ആൾക്കാരൊക്കെ തമിഴ്നാടും ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം രൂപീകരിക്കുകയും മേജർ രവി, അദ്ദേഹം അന്ന് ക്യാപ്റ്റൻ രവി, AK രവീന്ദ്രൻ എന്നുള്ള പേരിലാണ്, അത് ശരിക്കുള്ള പേരതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം മേജർ രവി ആണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പട്ടാമ്പിക്കാരൻ മേജർ രവി. സോ അദ്ദേഹം ഇതിനെ ബേസ് ചെയ്തിട്ട് മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു സിനിമ പണ്ട് മലയാളത്തിൽ എടുത്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്താണെന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 7 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ്. രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ എനിക്ക് 1 വയസ്സാണുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് അത് എന്നെ അത്രയും ഇമ്പാക്ട് ചെയ്തിട്ടില്ല. രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ തീരെ ചെറുതാണ്. പിന്നീട് ഒരു 5-6 വയസ്സുള്ള സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു, രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഭയങ്കര പുകിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊന്നും അത് എന്നെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ശരിക്കും അത് ബാധിച്ചിട്ടില്ല. പക്ഷേ രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഇന്ത്യ ഒട്ടാകെ ഒന്ന് കുലുങ്ങി എന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ്റെ സ്കൂളിൽ പഠിച്ച് രാജീവ് ഗാന്ധി ഇങ്ങനെ വധിക്കപ്പെട്ടു എന്നുള്ളത് പഠിച്ചല്ലാതെ ഞാൻ എൻ്റെ ഒരു ഗ്രോയിങ് ഏജിലാണ് മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. ഒരു സിനിമ മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ ഒക്കെ നടന്നതിന് ശേഷം അത് അതേപോലെ തന്നെ അതിൻ്റെ കമാൻഡോ രീതികൾ എങ്ങനെ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ നേർചിത്രമായിരുന്നു മിഷൻ 90 ഡേയ്സ്. ഒരു സിനിമാറ്റിക് എലമെൻറ്റ്, അതായത് ഒരു സിനിമ എങ്ങനെ ആയിരിക്കണമെന്നും അത് റിയൽ കഥ എങ്ങനെ അതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നും അതിൻ്റെ എല്ലാ എലമെൻസും അന്ന് മമ്മൂട്ടിയാണ് അതിൽ മേജർ ശിവറാം എന്ന് പറഞ്ഞിട്ടുള്ള വേഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയുടെ സ്പീഡ് എങ്ങനെയാണെന്നും എങ്ങനെയാണെന്നുള്ള ഒരു കേസ് അന്വേഷണം പ്ലസ് ഒരു മിലിറ്ററി എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് പാക്കായിരുന്നു മിഷൻ 90 ഡേയ്സ്. അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാജീവ് ഗാന്ധി അസാസിനേഷൻ ആയിട്ട്, രാജീവ് ഗാന്ധിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള വിഷ്വൽ സ്റ്റോറി. അതിനുശേഷം ഞാൻ കാണുന്ന ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ശേഷം കാണുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഇതാണ്, വെബ് സീരീസാണ്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഇത് രണ്ടും തമ്മിൽ എൻ്റെ മനസ്സിലൊരു കമ്പയറിങ് എപ്പോഴും ഉണ്ടായിരുന്നു. മേജർ രവി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കമാൻഡോ ഓഫീസറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ഡയറക്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്താണെന്ന്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ മേജർ രവി ചെയ്തു വെച്ചിട്ടുള്ള ആ മിഷൻ 90 ഡേയ്സ് സിനിമയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത് ശരിക്കും രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ ശരിക്കും കോറി വരച്ചിട്ടുള്ള ആ രീതിയിൽ ഇപ്പോഴും എടുക്കുന്നുണ്ട്. എനിക്ക് ആ സിനിമയിൽ രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഈ തമിഴ് പുലികളുടെ ധനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡി ഈ ബെൽറ്റ് ബോംബ് എന്നാണ് അതിനെ വിളിക്കുന്നത് തോന്നുന്നു, ആ മേത്ത് എക്സ്പ്ലോസീവ് വെച്ചിട്ട് രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഷോട്ടും, അതിനു മുമ്പ് ആ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടി ഒരു കവിത പാടുന്നുണ്ട്, അതൊക്കെ റിയൽ ഇൻസിഡൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സ്പ്ലോഷൻ നടക്കുമ്പോഴും, എക്സ്പ്ലോഷന് തൊട്ട് മുമ്പും എക്സ്പ്ലോഷന് ശേഷവും അവിടെയുള്ള ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിഗംഭീര മേക്കിംഗ് ആയിരുന്നു മേജർ രവി ചെയ്തത്. എനിക്ക് തോന്നുന്നത് അത് അന്ന് കാലത്ത് ചെയ്ത് ആ സിനിമയാണ്, കൊമേഴ്ഷ്യൽസ് ഒരു സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വെബ് സീരീസ് ചെയ്യാനായിട്ട് മിഷൻ 90 ഡേയ്സ് സിനിമ ചെയ്തേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 90 ഡേയ്സ് ദ ട്രൂ സ്റ്റോറി ഓഫ് ദ ഹണ്ട് ഫോർ രാജീവ് ഗാന്ധി അസാസിൻ ബൈ അനിരുദ്ധ മിത്ര എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വെബ് സീരീസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതേ സെയിം പേര് 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 90 ദിവസം, ഇതേ സെയിം ടൈറ്റിൽ തന്നെയാണ് നമ്മളുടെ മലയാളത്തിൽ മേജർ റിവ്യൂ ചെയ്തിട്ടുള്ള മിഷൻ 90 ഡേയ്സ് എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസിനെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. SIT ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ക്യാപ്റ്റൻ AK രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്ന സീനും ഇതിലുണ്ട്.
എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. സോണി ലൈവിലുണ്ട്. ഇതിൻ്റെ മെയിൻ ഒറിജിനൽ ലാംഗ്വേജ് എന്ന് ഹിന്ദി തമിഴാണ്. അതായത് അന്വേഷിക്കാൻ വരുന്ന SITയിൽ അന്വേഷിക്കാൻ വരുന്ന ഓഫീസേഴ്സ് ഹിന്ദിക്കാരും, പിന്നെ ഇതിൽ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലും ശ്രീലങ്കയിലുമായിട്ടായതുകൊണ്ട് തമിഴിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 2 ഒറിജിനൽ ലാംഗ്വേജ്. ബാക്കി നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഈ ലാംഗ്വേജ് അറിയാത്തവർക്ക് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രാദേശിക ഭാഷയിൽ അതിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്, നമുക്ക് സോണി ലൈവിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് ആദ്യം കിടക്കാം. മിഷൻ ഹെൻറിഡേയ്സ് വളരെ ഞാനിത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കമ്പയർ ചെയ്ത് രണ്ടും മാത്രമേ ഉള്ളൂ, വേറെ സിനിമകളും കാര്യങ്ങളൊന്നുമില്ല. മിഷൻ ഹെൻറിഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പടം നിർമ്മിച്ച സമയത്ത് അന്നത്തെ ലിമിറ്റഡ് ക്യാമറ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്ന് അത്രയും ഡീറ്റെയിൽ 4K ക്യാമറകളും കാര്യങ്ങളൊന്നുമില്ല. ഫിലിമിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് എൻ്റെ ഓർമ്മ. ഇന്ന് നമുക്ക് അത്രയും ഹൈ എൻഡ് ക്വാളിറ്റി ക്യാമറകൾ, സൗണ്ട് മിക്സിങ് എക്യുപ്മെൻറ്റ്സുകൾ, കാര്യങ്ങൾ, ഇപ്പോൾ സൗണ്ട്, ഒരുവിധെല്ലാം ടെക്നിക്കൽ സംഭവങ്ങൾ അവൈലബിൾ ആണ്. എന്നിട്ട് പോലും ഇതിൻ്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ അതീവ ദുരന്തമാണ്. ദൂരദർശൻ്റെ ടെലിഫിലിമിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസാണ് ഈ വെബ് സീരീസിൽ മൊത്തം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് തന്നെ ഈ വെബ് സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ കഥയുടെ കാതൽ എന്ന് പറയുന്നത്, നമുക്ക് രാജീവിൻ്റെ അസസിനേഷൻ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഇതിൻ്റെ കഥ മാത്രമായിട്ട് എടുക്കാം. ഇതിൻ്റെ കഥയുടെ കാതൽ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കഥയുടെ കാതൽ. ഈ കഥയിൽ ശരിക്കും കാണിക്കേണ്ട ഒരു കാര്യമാണത്. അതായത് ഈ 7 എപ്പിസോഡുള്ള ഈ വെബ് സീരീസിനകത്ത് രാജീവ് ഗാന്ധി എങ്ങനെ വധിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കണം. അതായത് ഒരു എക്സ്പ്ലോഷൻ എങ്ങനെ നടന്നത് കാണിക്കണം. മിഷൻ ഹെൻറിഡേയ്സിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അവിടെ അതുകൊണ്ടാണ് മേജർ രവി ആ കഥയോടും ആ സിനിമയോടും പൂർണ്ണമായും നീതി പുലർത്തി എന്ന് ഞാൻ പറയാൻ കാരണം, ഈ വെബ് സീരീസിൽ എവിടെയും ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ നടക്കുന്ന എക്സ്പ്ലോഷൻ, ഒരു എക്സ്പ്ലോഷൻ നടന്ന പൊട്ടിത്തെറിക്ക് ശേഷവും പൊട്ടിത്തെറിക്ക് മുമ്പും കാണിക്കുന്നുണ്ട്. പൊട്ടിത്തെറി എങ്ങനെ നടന്നു ഇതിനകത്ത് എവിടെയും കാണിക്കുന്നില്ല. ഇത് ഞാൻ ശരിക്കും ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഇതെങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളെപ്പോഴും പുതിയ കാലത്തെ ടെക്നോളജികൾ വെച്ചിട്ട് ഒരു വെബ് സീരീസോ സിനിമയോ വരുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് പ്രതീക്ഷിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്പൻഹൈമർ എന്ന് പറഞ്ഞ സിനിമ നമ്മളിപ്പോൾ തിയേറ്ററുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഐമാക്സിലൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും. ഓപ്പൻഹൈമർ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു ഓപ്പൻഹൈമറിൻ്റെ ഒരു ബയോപിക് പോലത്തെ ഒരു കഥയാണെങ്കിലും ആരാണ് ഓപ്പൻഹൈമർ എന്നുള്ള ആ ഒരു ഇതിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആറ്റം ബോംബിൻ്റെ പിതാവാണ് ശരിക്കും ഓപ്പൻഹൈമർ. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രൊജക്ട് മാൻഹാട്ടനിൽ നടത്തിയിട്ടുള്ള ആ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണ് ശരിക്കും ആ സിനിമയുടെ കോർ. അതുകൊണ്ടാണ് ആ സിനിമയുടെ അവസാനത്തേക്ക് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രംഗം എന്തായാലും തിയേറ്ററിനെ വിറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അത്ര ആൻറ്റിസിപ്പേഷനോട് കൂടിയിട്ടാണ് അത് കാണാൻ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ അതേ ഒരു ഇതിൽ തന്നെയാണ് ഇതും ഞാൻ പറയുന്നത്. ഇതിലും രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്ന ആ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്തായാലും കഥ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെന്തായാലും രാജീവ് ഗാന്ധിയുടെ വധം എന്നുള്ളതൊരു കൊമേഴ്ഷ്യൽ എലമെൻ്റായിട്ട് ഇവരെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ ആ ഒരു രംഗം കാണിക്കേണ്ടതായിരുന്നു, അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ്. രണ്ടാമത്തെ കാര്യം, ക്യാരക്ടർ ഇതിൻ്റെ കാസ്റ്റിങ് ഭയങ്കര പരാജയമാണ്. ഭയങ്കര പരാജയം എന്ന് പറയാം, അമ്പേ പരാജയം എന്ന് പറയാം. ഇവിടെയാണ് നെറ്റ്ഫ്ലിക്സിൽ വരുന്ന വെബ് സീരീസുകളുടെയൊക്കെ ഒരു ക്വാളിറ്റി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഇതേ സിമിലർ സമയത്ത് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ കാണ്ഡഹാറിൻ്റെ വിമാനറാഞ്ചലിൻ്റെ കഥ ബേസ് ചെയ്തിട്ട് അരവിന്ദ് സ്വാമിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൻ്റെ കാണുകയുണ്ടായി. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ക്വാളിറ്റി, വിഷ്വൽസിൻ്റെ ക്വാളിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോണി ലൈവിൽ വന്ന ഈ ഒരു സംഭവം വെറും, അതായത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10ൽ 0 കൊടുക്കേണ്ടി വരും ഇതിന്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്വാളിറ്റി. മൂന്നാമത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇവർ ശ്രീലങ്കൻ തമിഴിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീലങ്കൻ തമിഴ് എന്ന് പറയുമ്പോൾ നീങ്കൽ എന്നത്തെ കഥയ്ക്കിറവും നീങ്കൽ വാറവും എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക സ്റ്റൈലാണ് അവരുടെ ഒരു രീതി. നമ്മളത് കണ്ടിട്ടുണ്ട്, പല സിനിമകളും കണ്ടിട്ടുണ്ട്, ഇത് മുമ്പും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും ശ്രീലങ്കയാണ് ഫീൽ ചെയ്യും. അതിൽ ഓരോ ഫ്രെയിമുകളും അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് ആ കുട്ടിയുടെ അമ്മേനെ അന്വേഷിച്ച് പോകുന്ന കഥയാണ്. നിങ്ങളതൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിലെ ഓരോ ഷോട്ടുകൾ എടുത്ത് നമുക്ക് കാണുമ്പോഴും അത് ശ്രീലങ്കയെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ടോക്കിംഗ് രീതി, വേ ഓഫ് ടോക്കിംഗ്, അതും അതിനകത്ത് നമുക്ക്
ശരിക്കും ഫീൽ ചെയ്യും, ശ്രീലങ്കൻ ആ സ്റ്റൈല്. ഇതിൽ ശരിക്ക് ഇതിൻ്റെ ഡബ്ബിങ്ങിൽ തന്നെ വന്ന പരാജയമാണത്. ഇതിൽ ശ്രീലങ്കൻ തമിഴ് പറയുന്ന ആൾക്കാർ ആ ഡബ് ചെയ്തവരൊക്കെ മലയാളികളാണെന്ന് അത് കേട്ട എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഇതിൽ ഈ വെബ് സീരീസിൽ മലയാളികളുടെ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇതിൻ്റെ പിറകിൽ. ഡബ്ബിങ് അമ്പേ പരാജയമാണ്, തുറന്നു പറയാം. രാജീവ് ഗാന്ധിനെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്, രാജീവ് ഗാന്ധിയുടെ ക്ലോസ് ഷോട്ടുകളൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു കാസ്റ്റ് ചെയ്ത ആ ഒരു പെർഫെക്ഷൻ ഇല്ല. നേരെ മറിച്ച് മിഷൻ 90 ഡേയ്സിൽ കാണിക്കുന്ന രാജീവ് ഗാന്ധിനെ, അദ്ദേഹത്തിൻ്റെ ചെറിയ ഷോട്ടുകളൊക്കെ ഉള്ളൂ, ഫുൾ ഷോട്ടുകൾ അവിടെ നിന്ന് ഫുൾ ക്ലോസപ്സുകളൊന്നും അതിന് വളരെ വളരെ കുറവാണ്. പക്ഷേ മിഷൻ 90 ഡേയ്സിൻ്റെ കാസ്റ്റിങ്ങും അതിൻ്റെ ഷോട്ടുകളും ഗംഭീരമായിരുന്നു. ഈവൻ ഇൻ കേസ് രാജീവ് ഗാന്ധിയുടെ ആ സീൻസ് കാണിക്കുമ്പോഴും റിയൽ രാജീവ് ഗാന്ധിയാണ് വന്നിരിക്കണതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ആ മേക്കിംഗ് ക്വാളിറ്റി. മേജർ രവിനൊക്കെ നമിക്കേണ്ട ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണത്. അത് എടുത്തു പറഞ്ഞേ പറ്റൂ. ഇതിനകത്ത് അതില്ല. നാലാമത്തെ വരുന്നൊരു പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത് ശിവരസൻ ശിവരസൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ഓപ്പറേഷൻ്റെ ഹെഡ്. ശിവരസനെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, TG രവിയുടെ മകനായിട്ടുള്ള ശ്രീജിത്ത് രവിയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വേഷം അതിഗംഭീരമായിട്ട് സൂക്ഷ്മമായിട്ടും അങ്ങേരത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ശിവരസൻ അതിൽ വലിയ റോളുകളൊന്നുമില്ല. ശിവരസനെ അത് SITയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണിക്കുന്ന കഥയാണ്. ഇതിൽ SITയുടെ പോയിന്റ് ഓഫ് വ്യൂവും തമിഴ് പുലികളുടെ പോയിന്റ് ഓഫ് വ്യൂ, രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിലും ഈ കഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശിവരസൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ശിവരസൻ ക്യാരക്ടറൈസേഷൻ ബിൽഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഇതിൽ ഇയാൾ പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊബാക്കോ യൂസ്, അത് പുകവലി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് വെറുതെ പുകവലിച്ചുകൊണ്ടിരിക്കുക. എന്ത് സീൻ പറഞ്ഞാൽ ഇയാൾ പുകവലിക്കുന്നു. ശിവരസൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കണ്ണ് വെപ്പ് കണ്ണാണ്. അപ്പോൾ ഈ കണ്ണും വെച്ച് ഒരു പ്രത്യേകതരം ഗ്ലാസും വെച്ച് ഇയാളിങ്ങനെ പുകവലിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് ഒരു ചിരിയും. അങ്ങനെ ആ ഒരു രീതിക്കാണ് ഇതിൽ ഈ ശിവരസനെ ഇവർ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് അമ്പേ പാളിപ്പോയി. അതുമാത്രമല്ല, ശിവരസൻ ഇതിലൊരു എയർപോർട്ട് രക്ഷപ്പെടാൻ പോകുന്ന ഒരു സീനുണ്ട്. ശിവരസൻ്റെ ആ നിലവിലുള്ള അപ്പിയറൻസ് മാറ്റിയിട്ട് ശിവരസൻ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ഷോട്ടുണ്ട്. തുറന്ന് പറഞ്ഞാൽ പിച്ചക്കാരന് ലോട്ടറി അടിച്ച അവസ്ഥയിലാണ് ശിവരസനെ ഇതിൽ കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഐ എം സോറി ടു സേ ദാറ്റ്. പിന്നെ അഞ്ചാമത്തെ കാര്യം ഇതിൽ പറയേണ്ടത്, ഇതിനകത്ത് ഈ തമിഴ് പുലികളുടെ തലവൻ, അതായത് ലിബറേഷൻ ടൈഗേഴ്സിൻ്റെ ഹെഡായിട്ടുള്ള വെയിലിപ്പിള്ള പ്രഭാകരനെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഒരു ഷോട്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു രീതിയിലൊരു ചിത്രീകരിക്കും. അതും പോയി. വെയിലിപ്പിള്ള പ്രഭാകരനായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരാളെയാണ് ഇതിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഇത് റിയൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ടും ഇതിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ റിയൽ ആയതുകൊണ്ടും അതിൽ കാണിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ അതേ പേര് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ പേരുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ വെയിലിപ്പിള്ള പ്രഭാകരനെ എല്ലാവരും ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്രകാശ് രാജൊക്കെ വെയിലിപ്പിള്ള പ്രഭാകരൻ ചെയ്ത് കഴിഞ്ഞാൽ തകർക്കും. അത് എന്തെങ്കിലും ഒരു കാലത്ത് വെയിലിപ്പിള്ള പ്രഭാകരൻ ഏതെങ്കിലും ഒരു പടത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രകാശ് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഗംഭീരമാവും. പക്ഷെ ഇതിലെ വെയിലിപ്പിള്ള പ്രഭാകരൻ്റെ അയലത്തെത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ ഇവർ തമിഴ് പുലികളുടെ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കത് ശ്രീലങ്കയാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ കളർ പാറ്റേണിൻ്റെയോ അവരുപയോഗിച്ച് ഗ്രേഡിങ്ങിൻ്റെയോ കുഴപ്പമായിരിക്കാം. ഈ കണ്ണത്തിൽ മുത്തമിട്ടാതെ എന്നുള്ള സിനിമയിലെ പല ഷോട്ടുകളും കാണിക്കുമ്പോൾ അതിൽ ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിം അവർ വെച്ചാൽ അത് ശ്രീലങ്കയാണെന്ന് നമുക്കിത് രജിസ്റ്റർ ആവും. ഇതിനകത്ത് അത് തമിഴ്നാട്ടിൽ എവിടെയൊന്നും ആ ലെവലിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആറാമത്തെ ഒരു കാര്യം, ഇതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മലയാളി നടിയുടെയാണ്. അവരുടെ പേര് ഞാൻ നോക്കണം. ഈ രാജീവ് ഗാന്ധിനെ വധിക്കുന്ന ആ ലേഡിയാണ്, ധനു എന്നാണ് അവരുടെ പേര്. ശ്രുതി ജയൻ എന്നാണ് അവരുടെ പേര്. ശ്രുതി ജയൻ്റെ അഭിനയം മോശമാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യുന്ന ആ ധനുവിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഇവർ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു 50-60% വരെ ഇവർ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഒരു പ്രത്യേകതരം കണ്ണടയും ഒരു മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് ധനു അതിലത്ത് വരുന്നത്. ശരിക്കും ധനുവിൻ്റെ ഒറിജിനൽ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആ ഒരു 50-60%, 60% വരെ ധനുവായിട്ട് ഇവരുണ്ട്. പെർഫോമൻസ് ഇറ്റ്സ്
പെർഫോമൻസ് ഇതിൽ ഒരാളുടെയും പെർഫോമൻസ് കൊള്ളില്ല എന്ന് തന്നെ തുറന്നു പറയാം. മൊത്തം മോശം പെർഫോമൻസ് ആണ്. പക്ഷെ ഇതിൽ ഈ ശ്രുതി എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ക്യാരക്ടർ, ഒരു ഫിഗർ, ഒരു ലുക്ക് ധനുവായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്നുണ്ട്. ആറാമത് ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1991 ആണ് ഇതിൻ്റെ ഒരു അസാസിനേഷൻ നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഇതിൽ ഇവർ എന്താ പറയുക, ബോധപൂർവം ഈ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പഴയ കാലത്തെ വെസ്പ സ്കൂട്ടറും പണ്ടത്തെ കാലത്തെ ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇവർ ഓരോ സീനിലും കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ കാലഘട്ടം അന്ന് ഫീൽ ചെയ്യാനായിട്ട് കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുകളുടെ ഡ്രസ്സിങ് രീതിയിലും ഒക്കെ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹെയർ സ്റ്റൈലിലും കാര്യങ്ങളിലും കളർ ഗ്രേഡിങ്ങിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പരാജയമാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കാലഘട്ടം ഇത്രയും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ചിത്രത്തിലൊരു ഇമ്പോർട്ടൻറ്റ് ഷോട്ടാണ്. അതായത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അവരുടെ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തമിഴ് പുലികൾ. അത് അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അവിടേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആ വണ്ടിയിൽ ബോംബ് വെച്ച് ാണ് അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഷോട്ട് ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് കാണിക്കുന്ന വണ്ടി പിയാജിയോൻ്റെ ആപ്പ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2005-ലോ 2006-ലോ കൊണ്ടാണ് ഈ സാധനം എൻ്റെ അറിവിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ആപ്പയെന്ന് പറഞ്ഞ പെട്ടി ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ട് 1990 പറഞ്ഞ കഥയിൽ കൊണ്ടുവന്ന് കാണിച്ചത് അതൊരു ഭയങ്കര കാട്ടപരാധമായിപ്പോയി എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡോ ഇവിടെ ഒരു കാണിക്കുന്ന ഒരു ഷോട്ടാണ്. അന്ന് അവിടെ ബസ് സ്റ്റാൻഡിൽ എൻ്റെ സൈഡിൽ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് കാണിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിൽ കുറേ ഓട്ടോറിക്ഷകൾ എടുക്കുന്നുണ്ട്. അതിലും കൊണ്ട് കാണിക്കുന്നത് ബജാജിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ട് ബജാജ് റീസെൻ്റ്ലി ഇറക്കിയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയുണ്ട്. കയ്യിൽ ക്ലച്ചുള്ള ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി റീഡീസൽ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ്. ഈ വണ്ടി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് റീഡീസൽ തന്നെ എഴുതി കാണിക്കുന്നത്. ഈ വണ്ടികളൊക്കെ ഒരു 2018-19 കാലഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 17-18-19 കാലത്തിൽ. 1991 എന്തായാലും അങ്ങനെ ഒരു വണ്ടി ഇല്ല. അന്നത്തെ ഓട്ടോറിക്ഷയുടെ സ്റ്റൈൽ വരെ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് മറ്റേ ലാംബർട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഈ ഡ്രൈവർ സൈഡിലുള്ള ആ സീറ്റ് മറച്ച് അതവിടെ കിക്ക് സ്റ്റാർട്ട് അടിക്കുന്ന ടൈപ്പ് ഫുള്ളി ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികളൊക്കെയാണ്. അല്ലെങ്കിൽ ഗരുഡ ഡീസൽ ഈ ടൈപ്പ് വണ്ടികളൊക്കെയാണ് അന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഓരോ ഫ്രെയിമിലേക്കും കാലഘട്ടത്തിൻ്റെ സാധനങ്ങൾ കുത്തിക്കിടന്ന് നോക്കിയപ്പോൾ ഇത് എവിടെ ആർക്ക് പറ്റിയ പരാജയമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ആർട്ട് ഡയറക്ടർക്ക് പറ്റിയതാണോ, ഇതിൻ്റെ മെയിൻ ഡയറക്ടർക്ക് പറ്റിയതാണോ, എവിടെയോ ഇത് ഭയങ്കരമായിട്ട് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാളിപ്പോയി. അതുമാത്രമല്ല, ഇതിൽ മറ്റൊരു ഷോട്ടുണ്ട്. ഇതിലൊരു തമിഴ് പുലിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ക്യാമ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവരെ ജസ്റ്റ് ഒരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിന് വെടിവെച്ച് കൊല്ലുമെന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു തോക്കെടുത്ത് ചൂണ്ടുന്നൊരു ഷോട്ടുണ്ട്. അതും ഒമ്പം പരാജയമായി പോയി. 1990-ലും 91 കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ഓഫീസേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നത് പണ്ടത്തെ കാലത്തെ റിവോൾവർ തോക്കുകളാണ്. കണ്ടിട്ടുണ്ടാവും. റിവോൾവർ തോക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റേ റൗണ്ടിൽ ബുള്ളറ്റ്സ് ഇടുന്ന ടൈപ്പ് ഒരു കണ്ടിട്ടുണ്ടാവും. പണ്ടത്തെ കാല സിനിമയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ആ തോക്കുകളാണ്. ഇതിൽ കാണിക്കുന്നത് ഗ്ലോക്ക് 70 എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ഹാൻഡ് പിസ്റ്റലാണ് കാണിക്കുന്നത്. അതൊരു ഇതായിപ്പോയി. അത് ഇത്രയും ഞാനിത് ഇഴകീറി പരിശോധിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു സോണി ലൈവിലൊക്കെ വരുന്നൊരു വെബ് സീരീസ്, ശരിക്കും ഇപ്പോൾ വെബ് സീരീസുകൾ സിനിമയേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഒരു എപ്പോഴും കൊടുക്കാറുണ്ട്. ആ ഒരു ലെവലിലാണ് വെബ് സീരീസിൽ വരാറ്. പക്ഷേ ഇത് ഹമ്പേ പരാജയമായി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്രൂവിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുമാത്രമല്ല, ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന NSG കമാൻഡോ, അതായത് ക്യാപ്റ്റൻ AK രവീന്ദ്രൻ, അതായത് മേജർ രവിയുടെ ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തി ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു ഷോട്ടുണ്ട്. ആ വരുന്ന ആളെ ക്യാപ്റ്റൻ AK രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടാമ്പിക്കാരനാണ്, മലയാളിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വരുന്ന ആൾ, റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുടെ ഫിസിക്ക് കണ്ടറിയാം, ബോഡി ഫിറ്റ്നസ് കണ്ടറിയാം. അയാളൊരു NSG കമാൻഡോ ആവാൻ ക്വാളിഫൈഡ് അല്ല. അയാളുടെ കാലും അയാളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. അയാളൊരു NSG കമാൻഡോ അല്ല. അയാൾക്ക് ഒരു എന്തോ എയർ പിടിച്ച് ഒരു
അയാളെ കണ്ടാൽ തന്നെ അറിയാം, അയാളൊരു NST കമാൻഡ് ആകുമ്പോട്ട് ATM മുമ്പിൽ സെക്യൂരിറ്റി നിൽക്കാൻ പോലും ഒരു ഇല്ലാത്തൊരാൾ. അയാളെ വിളിച്ചിട്ട് മേജർ രവിയുടെ ഒരു ക്യാരക്ടർ കൊടുത്താൽ എനിക്ക് എൻ്റെ അതിയായ പ്രതിഷേധം ഞാനവിടെ അറിയിക്കുകയാണ്. മേജർ രവി എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ നേരിട്ട് പരിചയമുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇന്നും ഈ കാലത്തും ഈ സംഭവം നടന്നിട്ട് 10-25 കൊല്ലമായി, ഇന്നും ഈ കാലത്തും ഈ സമയത്തും മേജർ രവി ഫിറ്റാണ്. ഇപ്പം കണ്ടാലും അദ്ദേഹം ഭയങ്കര ഫിറ്റാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്തിയില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട്. അതുപോട്ടെ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിൻ്റെ അവസാനം ക്ലൈമാക്സിൽ എനിക്കൊരു ചോദ്യം ഉണ്ട്. ക്ലൈമാക്സിലുള്ള എൻ്റെ ചോദ്യം ഇതാണ്. മേജർ രവിയുടെ ഈ പറഞ്ഞ മിഷൻ 90 ഡേയ്സിൻ്റെ ക്ലൈമാക്സിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകളെ അവിടെ ഇവരൊന്നും ജീവനോടെ പിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനൊരു സ്പോയിലാക്കൊന്നുമല്ല, എല്ലാവർക്കും കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ അവസാനം ഒറ്റ ആളുകളെയും ജീവനോടെ പിടിക്കാൻ പറ്റില്ല, എല്ലാവരും സൈനൈഡ് വെച്ച് മരിച്ചു. അപ്പോൾ ആ സിനിമയിൽ മിഷൻ 90 ഡേയ്സിൽ കാണിക്കുന്നുണ്ട്, ഇവർ കമാൻഡോ ഓപ്പറേഷൻ ഒരു സർപ്രൈസ് എലമെൻറ്റ് ഓപ്പറേഷൻ വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഹിറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഡ്യൂ ടു ഓർഡേഴ്സ് കിട്ടാനുള്ള ഒരു കാലതാമസം കാരണം കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് മിഷൻ 90 ഡേയ്സിൽ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ അതല്ല പറയുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് സിമിലറാണ്, ഓർഡേഴ്സ് കിട്ടാൻ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഓർഡേഴ്സ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈനൈഡ് കഴിച്ച ആൾക്കാർക്ക് ഒരു ആൻറ്റിഡോട്ട് കൊടുക്കും. 30 സെക്കൻഡിലുള്ള ആൻറ്റിഡോട്ട് കൊടുത്ത് 30 മിനിറ്റ്സിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അത് ആ പടത്തിലും പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സൈനൈഡിൻ്റെ ആൻറ്റിഡോട്ട് കിറ്റുകൾ എക്സ്പയർഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓപ്പറേഷന് പോകാൻ പറ്റില്ല. അത് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് വരുത്തുന്നുണ്ട്, വേറെ ഏതൊരു സ്ഥലത്തു നിന്ന് ഫ്ലൈറ്റിൽ വരണം, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്നുള്ള കാര്യം എനിക്കറിയില്ല. മേജർ രവിയുടെ മിഷൻ 90 ഡേയ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ അതോ ഈ വെബ് സീരീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ സത്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ എഴുതുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇത് എന്തെങ്കിലും നിങ്ങൾ സോണി ലൈവുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിൻ്റെ ഇടയിൽ എഴുതുക. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ എനിക്ക് വന്നിട്ടുള്ള ഈ കൺഫ്യൂഷൻ, ഇത് ഏതാണ് സത്യത്തിൽ നടന്നിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് അതിൻ്റെ ഇടയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇതൊരു മനഃപൂർവ്വം മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നൊരു വീഡിയോ അല്ല. ഇതെൻ്റെ പൂർണ്ണമായും എൻ്റെ വ്യക്തിപരമായ എൻ്റെ വിലയിരുത്തലാണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വെബ് സീരീസ് കാണാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. നിങ്ങൾ കാണും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ഇതൊരു വെബ് സീരീസ് ആയതുകൊണ്ടും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയതുകൊണ്ടും എൻ്റെ ഒരു റിവ്യൂ ഇവിടെ ഇടുന്നുള്ളൂ. ഇതിന് വേറെ യാതൊരുവിധ ഉദ്ദേശങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.